ഹൈ ഫ്രണ്ട്സ്, ഇത് സാരീസിൻ്റെ അസോർട്ട കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ്, ന്യൂ ഇയർ, അതിനുശേഷമൊക്കെ ഒത്തിരി ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു കോട്ടൺ സാരീസ് ചെയ്യാവുന്ന. അപ്പോൾ കോട്ടൺ സാരീസിലെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കല്യാണി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നമ്മുടെ സാരീസിൻ്റെ കളക്ഷൻസും സെമി ഡ്രസ്സിൽ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കോട്ടണിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കല്യാണി കോട്ടൺ എന്ന് പറയുന്ന ആ ഒരു ഫാബ്രിക് ആയിട്ടോ. നമ്മുടെ കല്യാണി പ്രിയദർശനെ പോലെ തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു സാരിയാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടിലേക്കാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീനാണ് ഷെയ്ഡ് വരിക. ഇതിൻ്റെ ബോഡി പോർഷനിൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും. നല്ല കോട്ടൺ ഫാബ്രിക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ബ്ലൂ ആണ് ഇതിലേക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതിൽ ടെമ്പിൾ ഡിസൈൻ ബോർഡേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് പോലെ ഇതൊക്കെ ചെറിയ ഫംഗ്ഷൻ വേണേൽ പോലും വെയർ ചെയ്യട്ടെ, കാരണം ആ ഒരു പല്ലുമൊക്കെ നല്ലൊരു റിച്ച് ലുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് പല്ലുവിൻ്റെ സെയിം കളറിലേക്ക് തന്നെയാണ്. അതിൻ്റെയും സ്ലീവ് എൻഡിലേക്ക് ഒരു ബോർഡർ പോർഷൻ വീവിങ് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1295 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു മസ്റ്റർഡ് ബ്രൗൺ കോമ്പിനേഷനാണ്. ആ ഒരു മസ്റ്റർഡ് ബ്രൗൺ വരുന്ന ബോഡി പോർഷനും അതിലേക്കും കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ നേരത്തെ കാണിച്ച പോലെ തന്നെ നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡുമാണ്. ഫുള്ളായിട്ട് ഈ ഒരു വീവിങ് പാറ്റേൺ വരുന്ന പല്ലു പോർഷനും അതിൽ ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ് വരിക. 1295 പ്രൈസിലേക്ക് വരും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു റെഡിഷ് മറൂൺ ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ കോട്ടൺ ലവേഴ്സിന് ഇപ്രാവശ്യം ഈ ഒരു ക്രിസ്മസ്, ന്യൂ ഇയർ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിലേക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഗ്രീനാണ്. കോൺട്രാസ്റ്റ് ആയ ഗ്രീൻ കളറിൽ തന്നെ ബ്ലൗസ് പീസ് വരും. 1295 ആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ ഈ ഒരു ബെൻഡ് ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈ എൻക്വയറി ഉള്ള ഷെയ്ഡ്. അപ്പം ഇതും ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ കോട്ടൺ ലവേഴ്സിനും ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ബെൻഡ് ഓറഞ്ചും അതിനോടൊപ്പം തന്നെ ഗ്രീനിൻ്റെ കോമ്പിനേഷനും ആയിട്ട് വരും. കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ ബ്ലൗസ് പീസ്. റേറ്റ് വരുന്നത് 1295. അടുത്ത നമ്മുടെ സെമി ഡ്രസ് സാരീസ് ആണ്. സെമി ഡ്രസ് എന്നാൽ പിന്നെ നമ്മൾ പല പല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പീച്ചിൻ്റെ ഒക്കെ ഷെയ്ഡാണ്. ഇതിൻ്റെ ആ ഒരു ബോഡി പോർഷനിലേക്ക് വരിക. കോൺട്രാസ്റ്റ് ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡ്, ഒരു മെറൂൺ പ്ലസ് ബ്രൗണിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് ബോർഡേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. ഓൾ ഓവർ വീവിങ് പാറ്റേൺ വരുന്നുണ്ട്, കൂടാതെ വിട്ടാസും വരുന്നുണ്ട്. പല്ലും ആ ഒരു സെയിം വീവിങ്ങും അതുപോലെ തന്നെ വിട്ടാസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ നേരെ ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത്. ഇങ്ങനത്തെ ഈ ഒരു സ്ട്രൈപ്സ് ഒക്കെ വരുന്ന ബ്ലൗസ് പീസ് വെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ലീൻ ലുക്കും കിട്ടും. ഇതും 1295 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സുകളാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ കാഷ്വൽ വെയർ പർപ്പസിനും പറ്റിയതാണ്. ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. സെയിം പാറ്റേൺ ആട്ടോ, ബുട്ടാസ് വീവിങ് ഒക്കെ ആയിട്ട് വരും. പല്ലുവിലും ഒരു ബ്ലൗസ് പീസിലൊക്കെ നാരോ സ്ട്രൈപ്പ് പാറ്റേൺ ഉണ്ടാവും. 1295 റേറ്റ് വരും. പിങ്കും ബ്ലൂവും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. അതിലേക്കാണ് നെക്സ്റ്റ് ഈ ഒരു സെമി ഡ്രസ് സാരി വന്നിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ സെയിം തന്നെയാട്ടോ. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഒരു റിവേഴ്സ് ഉണ്ട്. അതായത് ഇതിലും ബ്ലൂ പോർഷനാണ് നമ്മുടെ ബോഡി പോർഷനിലേക്ക് ബ്ലൂ വന്നിട്ട് ഗ്രീൻ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സാരി. നല്ല നല്ല കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡാർക്ക് പീച്ച് ടോൺ പ്ലസ് പിങ്ക് ആണ്. നല്ല നല്ല ഷെയ്ഡ്സും അതുപോലെ ഇതിലെ ഒരു ലൈൻ പാറ്റേണും വീവിങ് വന്നിരിക്കുന്നതൊക്കെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. 1295 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അക്വ ബ്ലൂ ആണ് ഇതിൻ്റെ ബോഡി പോർഷൻ വന്നിരിക്കുന്നത്. ഒരു ലെമണല്ലോ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ഒരു യെല്ലോയുടെ കോമ്പിനേഷൻ ബോർഡേഴ്സിലേക്ക് വരുന്നുണ്ട്. സ്ട്രൈപ്പ് പാറ്റേണും അതുപോലെ തന്നെ ബുട്ടാസും വരും. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ്. 1295 പ്രൈസിലേക്ക് വരും. അടുത്ത് വന്നിരിക്കുന്നതും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. സെമി ചന്ദേരി സിൽക്കാണ് ഇതിലെ ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ ബോഡി പോർഷൻ ഓൾ ഓവർ ഇതുപോലെ തന്നെ ജാംദാനി വീവിങ് ആണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ അതൊരു റെഡ് മെറൂണും അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ ഒക്കെ കോമ്പിനേഷനിൽ ബോഡി പോർഷനിൽ ഇതുപോലെ ഫ്ലോറൽ, അത് ജാംദാനിയുടെ തന്നെയാണ് വീവിങ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സും അതുപോലെ തന്നെ ആ ഒരു ജാംദാനി വീവിങ് പാറ്റേൺ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോർഷൻ. ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റാൻഡേർഡ് ലുക്ക് തരാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. 1395 ആണ് റേറ്റ് വരുന്നത്. ഇതും നല്ല നല്ല കളേഴ്സിലേക്കാണ് വന്നിരിക്കുന്നത്. സെറ്റിലായിട്ടുള്ള ആ ഒരു യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ബോഡി പോർഷനിൽ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലൊക്കെ ഓൾമോസ്റ്റ് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ വീവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ബ്ലൂവും റെഡും ഒക്കെ തന്നെയാണ്. ബോർഡേഴ്സിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
പല്ലുവിലും ജാംദാനി വീവിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും, സെയിം കളറിലേക്ക്. പ്രൈസ് വരുന്നത് 1395. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സുകളിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പിങ്ക് ആണ്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ സെയിം പാറ്റേൺ ആട്ടോ, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. 1395 പ്രൈസ് റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ബ്ലൂവിൻ്റെ ഒരു ടച്ചോടെ വരും കേട്ടോ. ആ ഒരു പാറ്റേൺ സെയിം ആയിട്ട് വരും. 1395 പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. വീണ്ടും മറ്റൊരു ഗ്രീൻ ഷെയ്ഡും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. ഇതെല്ലാം 1395 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് സെമി ജൂട്ട് സിൽക്ക്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഒറ്റൊരു കളർ കോമ്പിനേഷൻ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു മസ്റ്റാർഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്കാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓൾ ഓവർ ബോഡി പോർഷനിൽ ഇതുപോലെ ഷിബോരി പ്രിന്റ് വരും. അതേപോലെ ഇതിൻ്റെ പല്ലു പോർഷൻ വരുമ്പോഴത്തേനും നമ്മളെപ്പോഴും കാണുന്ന പോലെ തന്നെ സ്ട്രൈപ്പ് പാറ്റേൺ, നമ്മുടെ സാധാരണ സെമി ജൂട്ട് സിൽക്ക് സാരീസൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇതിൻ്റെയും പല്ലു പോർഷനിൽ വരിക. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ഗ്രീൻ കളറാട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ്. നേരത്തെ പറഞ്ഞല്ലോ ലൈൻസ് ആണ് ഇതിലും ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എലഗൻ ലുക്കും അതുപോലെ ലീൻ ലുക്കും നമുക്ക് കിട്ടും കേട്ടോ. 1495 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അടുത്തത് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാരി. സാരീസിൽ മാത്രമല്ല ചുരിദാർ മെറ്റീരിയലിലൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ആപ്ലിക് വർക്ക് വരുന്ന സാരീസ്. നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ സീസൺ സ്റ്റൈലാക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള സാരി. സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇത് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഒനിയൻ പിങ്കിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡിലേക്കാണ്, ഉള്ളിത്തോലിൻ്റെ. ഇതിൻ്റെ ഓൾ ഓവർ ബോഡി പോർഷനിലും ഈ ഒരു ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കാണ്. ഫുള്ള് ഓൾ ഓവർ ബോഡി പോർഷനിലൊക്കെ ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. പല്ലു പോർഷനിലേക്കും സെയിം വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ഈ ഒരു സാരി ആണെങ്കിലും നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ബോർഡേഴ്സിലേക്ക് സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ചെറിയ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ആയിട്ടോ. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 2890 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ്. ഈ ഒരു എന്താ പറയുക, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസിലൊക്കെയാണ് ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്ന മോഡൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഈ ഒരു സീസൺ ഈ ഒരു സാരി അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ആട്ടോ കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് ഫംഗ്ഷൻസോ കാര്യങ്ങളോ അതുപോലെ തന്നെ ക്രിസ്മസിനോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സാരിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക് വർക്കും സ്കാലപ്പ് വർക്കും ഒക്കെ വരും. ബ്ലൗസ് പീസിലേക്ക് ചെറിയ സെയിം കളർ തന്നെ എംബ്രോയിഡറി വർക്ക് വരും. 2890 റേറ്റിൽ വരുന്ന സാരീസാണ്. ഈ ഒരു ഷെയ്ഡൊക്കെ നോക്കി ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ്സുകളാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള സാരി. ഇതിൽ ആ ഒരു ബ്ലൗസ് പീസിലെ വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2890 റേറ്റ് വരും. നെക്സ്റ്റ് ലാവൻഡർ ഷെയ്ഡ്. ഇതിൽ ഏത് കളറാണ്, അതുപോലെ തന്നെ ഈ ഒരു സാരിയൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റൊക്കെ ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ ഗീവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരവും കിട്ടും. അതുപോലെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അയച്ചു തരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി 2890 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തതും ഒരു ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളിയുടെയൊക്കെ അകത്തെ ആ ഒരു ഷെയ്ഡിലേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. ഒരു ആപ്ലിക് വർക്ക് വരും. ബോർഡേഴ്സിലേക്ക് സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ വരും. എംബ്രോയിഡറി വർക്ക് വരുന്ന ബ്ലൗസ് പീസ്. 2890 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു പിങ്കിഷ് ലാവൻഡർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി എനിക്ക് ആ ഒരു വർക്കിൽ ഡിസൈനിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഒരു റോസ് ഫ്ലവറൊക്കെയാണ് ആ ഒരു ആപ്ലിക് വർക്കിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്കാലപ്പ് വർക്ക് കൊടുത്ത് ബോർഡേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ഇതിൽ നമ്മുടെ ഒരു സാരിയുടെ ബേസിക് കളറിനെ കുറച്ച് ഡാർക്ക് ടോണിലേക്കാണ് ഇതിലെ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിലും സെയിം എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത്. 2890 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തതും ഓൾമോസ്റ്റ് കളർ ടോൺ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു വർക്കിൽ വരുന്ന ഡിഫറൻസ് ആണ്. അപ്പോൾ ഏത് സാരിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 2890 റേറ്റിലേക്ക് വരും. അടുത്തത് ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന സാരി. ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന സാരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും തന്നെ ക്രേപ്പ് ജോർജറ്റ് ചുരിദാർ ചെയ്യാറുണ്ട്. സാരീസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് മസ്റ്റാർഡും ബർഗൻഡിയും കൂടെ ഒരു ഡാർക്ക് മെറൂണിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നല്ല പറ്റിയായിട്ടുള്ള ആൾക്കാർക്കാണേലും വേറെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി പോർഷൻ പ്ലെയിൻ വന്നിട്ട് ബോർഡേഴ്സിലേക്ക് ഈ ഒരു മെറൂൺ കോമ്പിനേഷനിൽ ബാക്കി പ്രിൻറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എന്താ പറയുക, ഒത്തിരി കസ്റ്റമേഴ്സ് എന്താ പറയുക എല്ലാ വീഡിയോസിലും നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ വരുന്ന ഐറ്റംസ് ചുരിദാർ മെറ്റീരിയൽസിൽ ചെയ്യാറുണ്ട്. സാരീസും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ വന്നപ്പോഴത്തേനും നമ്മൾ ഈ പ്രാവശ്യം സാരീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്.
ഇതും കോൺട്രാസ്റ്റ് കളറാട്ടോ പല്ലു പോർഷൻ വരിക. ബോർഡറിൻ്റെ ആ ഒരു സെയിം കളർ ബാക്കി പ്രിന്റ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ട് വരും. 1795 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തതും ഫാബ്രിക് വരുന്നത് ക്രേപ്പ് തന്നെയാണ്. ഇത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഒരു പിങ്കിൻ്റെ കോമ്പിനേഷൻ, അത് ബാത്തി പ്രിന്റിലേക്കാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സാധാരണ എപ്പോഴും ക്രേപ്പ്, എനിക്ക് തോന്നുന്ന ചുരിദാർ മെറ്റീരിയലൊക്കെ ആണെങ്കിലും കൂടുതലും ബാത്തി പ്രിന്റ് ആയിരിക്കും അവർ ക്രേപ്പിലേക്ക് വരിക. അതിനോടൊപ്പം തന്നെ ഒരു എംബ്രോയിഡറി വർക്ക് കൂടെ വന്നാൽ, ഇടയ്ക്കൊക്കെ നമ്മൾ ചുരിദാർ മെറ്റീരിയലൊക്കെ ചിക്കൻകാരി വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ആ ഒരു ചിക്കൻകാരി വർക്കോ അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്കോ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്രേപ്പ് ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ തന്നെ ഒരു വെറൈറ്റി വരുത്തിയിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് കേട്ടോ. ബാത്തി പ്രിന്റ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബ്രൗണ് ഗ്രീന് ഒരു റെഡിഷ് മെറൂൺ കോമ്പിനേഷനിലേക്ക് ലീഫി ഡിസൈൻ വരുന്ന എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോഡി പോർഷനിലെല്ലാം ആ ഒരു വർക്ക് വരുന്നുണ്ട്. പല്ലു പോർഷനിലേക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. സെയിം വർക്കുകളും ബാത്തി പ്രിന്റും തന്നെയാണ് ഇതിൻ്റെ പല്ലു പോർഷനിലും വരുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ പ്ലെയിൻ ആണ്. സ്ലീവ് എൻഡിലേക്ക് ബാത്തി പ്രിന്റിൻ്റെ ഡിസൈൻ ആയിരിക്കും വരിക. 2295 ആണ് റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ അടിപൊളിയാക്കാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആട്ടോ ഓരോ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നതും ആപ്ലിക് വർക്ക് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡിഫറെൻറ്റ് പാറ്റേണിലേക്ക് വന്നിരിക്കുന്ന സാരി ആട്ടോ. 1980. കുറച്ചുകൂടെ നേരത്തെ ആദ്യം കാണിച്ച കുറച്ചുകൂടെ പ്രീമിയം ലുക്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഒരു പിങ്ക് പീച്ച് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷനിൽ പ്ലെയിൻ വന്നിട്ട്, പ്ലെയിൻ അല്ല, അതിലേക്കും ഈ ഒരു ആപ്ലിക് വർക്ക്, ഒരു സോഫ്റ്റ് നെറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു ആപ്ലിക് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാലപ്പ് വർക്ക് ചെയ്ത് ബോർഡേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പല്ലു പോർഷൻ ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സാരിയുടെ ബോഡി പോർഷൻ വരുന്ന മെറ്റീരിയലിൽ തന്നെയായിരുന്നു ആപ്ലിക് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് നെറ്റ് ഫാബ്രിക് കൊടുത്ത് കുറച്ചൊരു സ്റ്റൈലിഷ് ആൻഡ് ഡിഫറെൻറ്റ് ലുക്കിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോർഷൻ. അതിൽ തന്നെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് ആപ്ലിക് വർക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം കളറിലേക്ക് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1980 ആട്ടോ. കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഈ ഒരു ക്രിസ്മസ് തീമിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളതാട്ടോ. ഓഫ് വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന സാരിയാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷനിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും വെറൈറ്റീസ് വന്നിരിക്കുന്ന ഒരു സാരി വീഡിയോ എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയധികം കളക്ഷൻസും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ബോഡി പോർഷൻ്റെ അപ്പർ പോർഷനൊക്കെ ഇതുപോലെ റെഡ് കോമ്പിനേഷനിൽ ചെറിയ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ബോർഡേഴ്സിലേക്ക് സ്കാലപ്പ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ലോവർ ബോർഡർ ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ റെഡ് കോമ്പിനേഷനിലെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. പല്ലുവിലേക്കും ആ ഒരു സെയിം വർക്കുകൾ, അപ്പർ പോർഷനിൽ ചെറിയ വർക്കും ലോവർ പോർഷനിലേക്കും ഇതും റോസ് ഫ്ലവർ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. 1980 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഇപ്പോൾ നമ്മളൊരു വൈറ്റ് റെഡ് കണ്ടെങ്കിൽ അടുത്തത് വന്നിരിക്കുന്നത് ബ്ലാക്ക് റെഡ് ആട്ടോ. നെക്കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ബോഡി പോർഷനിൽ ചെറിയൊരു റെഡിൻ്റെ കോമ്പിനേഷനിൽ എംബ്രോയിഡറി വർക്ക് വരും. പല്ലുവിലേക്കും സെയിം വർക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം. ഇതിൽ പല്ലുവിൽ ഇതുപോലെ ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിട്ട് വരും. 1980 റേറ്റ് വരും. അടുത്ത സാരി നമ്മുടെ ഒരു റീസ്റ്റോക്ക് ആട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നൊരു 2 വീക്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ നമ്മൾ വീഡിയോ ചെയ്തിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈ ഒരു സാരി നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ഞാൻ പ്ലീസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സാരി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഡ്രൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സാരിയുടെയൊക്കെ ഹൈലൈറ്റ്. അപ്പോൾ ഇതിൽ പ്ലീസ് ചെയ്താണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെയർ ചെയ്തപ്പോൾ അതുപോലെ 1 ലെയർ ഇട്ടും ഒരു 2 ലെയർ ഒക്കെ ഇട്ട് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കിടിലൻ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സാരി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വെയർ ചെയ്ത് ഈ ഒരു റെഡ് ആൻഡ് ഗ്രീനും അതുപോലെ തന്നെ ഈ ഒരു വയലറ്റ് കളർ കോമ്പിനേഷൻ. അപ്പോൾ ആ ഒരു കളേഴ്സൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതും ഒരു ബോഡി ഹഗിങ് ഫാബ്രിക് ആട്ടോ. ഫാബ്രിക് വന്നിരിക്കുന്നത് സെമി മോഡാൾ സിൽക്കാണ്. സെമി മോഡാൾ സിൽക്ക് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഏറ്റവും പ്യുവറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫോം. അതിൽ തന്നെ ആ ഒരു ബാന്തിനി ഡിസൈനാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ കളർ കോമ്പിനേഷൻസ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സീസണൊക്കെ ഏറ്റവും സ്യൂട്ടാവുന്നതാണ്. ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ ഉള്ള ഫംഗ്ഷന് നിങ്ങൾ വെയർ ചെയ്ത് പോകുകയാണെങ്കിൽ എന്തായാലും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരി ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, നല്ല നല്ല കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. നമുക്ക് കല്യാണം അതുപോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. 2395 റേറ്റിലേക്ക് വരും. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു കളർ വെയർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. റെഡാണ് ബോഡി പോർഷനിലേക്ക് വരിക. ബാന്തിനി ഡിസൈൻ, ചുങ്ങുലി ഡിസൈൻ, ആ ഒരു ഡിസൈനാണ് നമ്മുടെ ബോഡി പോർഷൻ വരിക. ഇതിൻ്റെ ബോർഡേഴ്സ് കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അത് ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
സിമ്പിളായിട്ടാണ് പല്ലു പോർഷൻ വരുന്നത്. ഒരു സ്ട്രൈപ്പ് പാറ്റേൺ കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വരുന്നത് ഗ്രീൻ പ്ലെയിൻ ആയിരിക്കും. സ്ലീവെൻറ്റിലേക്ക് ആ ഒരു ബനാറസി ബോർഡർ പോർഷൻ വരുന്നുണ്ട്. 2395 ആണ് റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് എപ്പോഴും ഞാൻ പറയല്ലോ ബ്ലൂവിനോട് ഏറ്റവും സ്യൂട്ടാവുന്ന ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് ആട്ടോ. എന്തിൽ വന്നാലും ഇപ്പം നമ്മളിതിൽ മുമ്പ് തന്നെ ഒരു സാരിയുടെ കളക്ഷനിൽ കണ്ടാലും ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ ആയിരുന്നു. അതുപോലെ ചുരിദാർ മെറ്റീരിയൽസ് കണ്ടാൽ ബ്ലൂ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പിങ്കിൻ്റെ എംബ്രോയിഡറി അല്ലെങ്കിൽ പിങ്കിൻ്റെ ഷാള് അങ്ങനെയായിരിക്കും ഒരു കോമ്പിനേഷൻ വരുന്നത്. അങ്ങനെ അത്രയ്ക്ക് സ്യൂട്ടായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ബ്ലൂവും പിങ്കും എന്ന് പറയുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ കേട്ടോ. ബാന്തിനി ഡിസൈൻ വരും. 2395 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ നേരത്തെ ഫോട്ടോയിൽ കാണിച്ച ഷെയ്ഡാട്ടോ. ആ ഒരു വയലറ്റും ചെറിയൊരു ഗ്രേപ്പ് ടച്ച് വരുന്ന വയലറ്റ്, അതിലേക്ക് ഗ്രീൻ്റെ ഒരു കോമ്പിനേഷൻ വരും. ഇതും ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് പല്ലു പോർഷൻ വരുന്നതാണ്. സ്ട്രൈപ്പ് പാറ്റേണും ബാന്തിനി ഡിസൈനും കൊണ്ട് പല്ലുവൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും കേട്ടോ. ബ്ലൗസ് പീസ് വരിക എന്താണോ ബോർഡർ അല്ലെങ്കിൽ നമ്മുടെ പല്ലു പോർഷൻ വരുന്നത് ആ ഒരു സെയിം കളറിലേക്കായിരിക്കും നമ്മുടെ ബ്ലൗസ് പീസ് വരിക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോഫി ബ്രൗണിനൊക്കെ എടുത്തേക്കുന്ന ആ ഒരു ബ്രൗണ്ട് ഷെയ്ഡും ഗ്രീനും കൂടെ കോമ്പിനേഷൻ. എല്ലാം ഒന്നിനൊന്നിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ജൂട്ട് സാരീസൊക്കെ പറയുന്ന പോലെ തന്നെ ഏത് കളറാണ് ഏറ്റവും നല്ലതെന്ന് അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യം. യെല്ലോ ആൻഡ് ഗ്രീൻ. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ സെയിം പാറ്റേൺ സെമി മൊഡാസിക് ഫാബ്രിക് 2395 റേറ്റിലേക്ക് വരും. അടുത്ത പിങ്ക് ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഈ ഒരു സാരീസൊക്കെ നല്ല ബ്രൈറ്റ് ഷെയ്ഡിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് വീഡിയോസിനൊക്കെ ആണെങ്കിലും നല്ല ഭംഗി കിട്ടും കേട്ടോ. അടുത്ത വരുന്നത് ഒരു ഗ്രേപ്പ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്കാണ്. ആ ഒരു ചുങ്കിടി ഡിസൈൻ എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ട്രെൻഡിങ് ആട്ടോ. ഇപ്പം എത്ര കാലം മുമ്പേ ഇറങ്ങിയ ഒരു ഡിസൈനാണ്, പക്ഷേ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ചുരിദാറിലും സാരീസിലും ഒക്കെ വരുന്നുണ്ട്. 2395 റേറ്റിലേക്ക് വരും. നെക്സ്റ്റ് വീണ്ടും നേരത്തെ കണ്ടതിൻ്റെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണോ സംശയം. ബ്ലൂ ആൻഡ് പിങ്ക് ചെറിയ ഡിഫറൻസ് ആണ് മേ ബി എന്ന് തോന്നുന്നു. എന്തായാലും ഏതാണെന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. ലാസ്റ്റ് വൺ വന്നിരിക്കുന്ന നല്ലൊരു വയലറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് വരും. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് കളറാണ് വരിക. 2395 ആണ് അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഗിവ് അവയുടെ കാര്യം മറക്കണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു.